ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ എലന്തൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സൺഷെയ്ഡും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു 378 സ്ക്വയർ ഫീറ്റോളം ആക്യുറേറ്റ് റേറ്റ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞ അളവ് പറഞ്ഞാണ്. അതായത് 378-380 സ്ക്വയർ ഫീറ്റിന് അടുത്തോളം നമുക്ക് ഏരിയ വന്നിട്ടുള്ള വർക്കാണ്. വാൾനട്ടിൻ്റെ സീലിംഗ്, ടോപ്പ് സൈഡ് കോഫി ബ്രൗൺ റൂഫിംഗ് ഷീറ്റ്, ആസ് യൂഷ്വൽ നിങ്ങളെല്ലാം കാണുന്നത് തന്നെയുള്ള വർക്കിൻ്റെ ആ പ്രൊജക്റ്റ് തന്നെ. ആ വർക്കാണ് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോർച്ചിൻ്റെ സെഗ്മെൻറ്റായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ പോർച്ചിൻ്റെ ഫ്രണ്ട് ടു ബാക്ക് നീളം എന്ന് പറയുന്നത് നമുക്ക് 19 അടിയോളം നീളം വരുന്നുണ്ട്. സൈഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 18 അടി. ഇതാണ് സൈഡ് വിഡ്ത്ത് 18 അടിയോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൺഷെയ്ഡിൻ്റെ ഭാഗം, അതായത് ഈ സൺഷെയ്ഡ് ഏകദേശം ഒരു 18 അടിയോളം നീളം വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ടു ബാക്ക് സൈഡ് വരുന്നത് 2 അടിയാണ് വീതി. 2 അടി പുറത്തേക്കുള്ള പ്രൊജക്ഷനാണ് വരുന്നത്. അങ്ങനെയാണ് ഈ വർക്ക് ഇട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ നിന്നുള്ള സൺലൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്ത് കാണാനായിട്ട് പാടായിരിക്കും. പക്ഷേ നമ്മൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബോർഡർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന 6 ഇഞ്ചാണ്. പക്ഷേ എന്നാൽ ഇവിടെ വന്നിട്ട് നമ്മളൊരു 7 ഇഞ്ചിൻ്റെ ബോർഡർ സെക്ഷനാണ് ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ പഴയൊരു വീടാണ്, എന്നാൽ മനോഹരമായൊരു വീടാണ്. ഈ വീടിൻ്റെ സൈഡിലെ സിമെൻറ്റിൽ ഒരു ബോർഡർ സെക്ഷൻ ചെയ്ത് വെച്ചിരുന്നു പഴയത്. അപ്പം ആ ബോർഡർ സെക്ഷൻ്റെ വീതി ഉണ്ടായിരുന്നത് 7 ഇഞ്ചായിരുന്നു വീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻ്റെ വീതി 7 ഇഞ്ചാണ്. അതാണ് നമ്മൾ വർക്കിന് ഓരോ ആൾക്കാരെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ വീടിന് ആപ്റ്റ് രീതിയിലുള്ള ബോർഡർ സെക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതെന്ന്. പിന്നെ ബാക്കി കാണുന്നതെല്ലാം നോർമൽ ടൈപ്പിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റെഡ് വുഡ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഷീറ്റാണ്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് ഈ സീലിങ്ങിൻ്റെ ഷീറ്റ്. വുഡൻ ടെക്സ്ചർ വന്നിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് നമുക്കിത് ഫീൽ ചെയ്യാം. കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും. കുറച്ച് കാണാൻ എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാൾനട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കളറുണ്ട്. അതായിരിക്കും നമ്മൾ സിൽവാട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണുന്നതും അതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഡാർക്കാണ്. പല ആൾക്കാർക്കും പല ടേസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ട്രിപ്പിൾ ലെഗ്, കോമണായിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ട്രിപ്പിൾ ലെഗ് വന്നിട്ടുണ്ട്. 3 ലെഗ്. ഇത് മുകളിലോട്ട് വന്ന് കറക്റ്റായിട്ട് ക്യാപ്പൊക്കെ ഇട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്ക് സൈഡ് വാട്ടർ ഗട്ടർ പാത്തി വന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ പാത്തിയാണ്, വർഷ എന്ന് പറയുന്ന കമ്പനിയുടെ. പെട്ടെന്ന് ലീക്ക് ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ഗ്യാരണ്ടി. ഇതുവരെയായിട്ട് നമ്മളും ഇട്ടിട്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും അധികം വന്നിട്ടില്ല. പിന്നീട് വന്നിട്ട് മുമ്പിലോട്ട് വരുമ്പോൾ നമ്മളിവിടെ 9 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 12 വോൾട്ടിൻ്റെ 9 ലൈറ്റ് വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് നമുക്കിതിന് കിട്ടും. ഇത്ര ഉള്ളിൻ്റെ കാര്യങ്ങൾ. പിന്നെ ടോപ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് ടോപ്പിൽ കോഫി ബ്രൗൺ കളർ ഷീറ്റും വന്നിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ലേ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ സൺഷെയ്ഡ് തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് പോയിരിക്കുന്നത്. പോർച്ചുമായിട്ട് കണക്ട് ചെയ്താണ് ഒറ്റ ഫ്രെയിമേൽ വന്ന് കണക്റ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലാണ് സൺഷെയ്ഡ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ടോപ്പ് സൈഡിൽ നിന്ന് ഇത് നമുക്ക് താഴെ നിന്ന് കാണിച്ച സൺഷെയ്ഡ് 2 അടി വീതിയുള്ള സൺഷെയ്ഡിൻ്റെ ടോപ്പ് വ്യൂ ആണ് വന്നിരിക്കുന്നത്. അവിടെ നേരെ നോക്കി നേരെ ചെല്ലുമ്പോൾ ഇത് ടോപ്പിലെ പോർച്ചിൻ്റെ ഷീറ്റ് വന്നിരിക്കുന്നത്. ഇത് ക്ലാഡിംഗ് ലൈനർ എന്ന് പറഞ്ഞൊരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈപ്പ് ലൈൻ ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് ആസ് യൂഷ്വൽ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടായിരിക്കുമല്ലോ, നോർമലി കാണുന്ന അതേ ടൈപ്പ് തന്നെ. അപ്പോൾ അങ്ങനെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫാബ്ടെക് മീഡിയ എന്ന നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ അതല്ല ഇനി ഫുൾ ഡീറ്റെയിൽ കാണാനായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തന്നെ സെർച്ച് ചെയ്യുക. ഇത് കൂടാതെ തന്നെ ഇഷ്ടംപോലെ വർക്കുകൾ നമുക്ക് അല്ലാതെ കിടപ്പുണ്ട്. ഇനി കൂടുതൽ നല്ല അടിപൊളി വർക്കുകൾ നമുക്ക് കൊണ്ട് വരാനുണ്ട്. പിന്നെ നേരത്തെ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം.
നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ വീഡിയോസും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും, ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഞാൻ സൈൻ ഓഫ് പറയുന്നു. ജെബി ജോസഫ്, പത്തനംതിട്ട ഏലന്തൂരിൽ നിന്നും.